ഹത്തക്കളമിത്തിരിവട്ടം തുമ്പപ്പൂച്ചന്തം കണ്ണാങ്കളി മുക്കുറ്റി മന്ദാര ചോപ്പ് അഴകേറും പാരാകെ നിറമേറും പൊന്നോണ ചമയം. അത്തച്ചമയം എന്നാൽ കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ പലതരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര പരിസരത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നേരത്തെ ശീവേലി നടന്നതിന് ശേഷമുള്ള എഴുന്നള്ളത്തായിരുന്നു. ആ എഴുന്നള്ളത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ക്ഷേത്രത്തിനകത്തായിരുന്നു. ഞാൻ നേരത്തെ പോയിട്ട് വന്നു. അപ്പോൾ അവരെല്ലാവരും ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വേണുവേട്ടാ എന്തായി ദർശനമൊക്കെ കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ എല്ലാവരും ഉണ്ടല്ലോ, കുടുംബം മൊത്തം ഉണ്ട്. ഇവരൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ജോഷിക്കുരൻ ക്ഷേത്രത്തിൽ കയറാതെ ഷൂ ഇട്ട് പുറത്ത് ഇനി നമ്മുടെ ടീമിനെ നമുക്ക് എല്ലാവരും ഉണ്ട്. അതാ നോക്കാം, നമ്മുടെ അപർണക്കുറുപ്പുണ്ട്, ലക്ഷ്മി പത്മയുണ്ട്, ഇനി നമ്മുടെ കരുത്തലിൽ കരുത്തനായ പൂർണ്ണത്രയീശന്റെ സ്വന്തം എസ് വിജയകുമാർ, ഒപ്പം നമ്മുടെ നിതിൻ അംബുജനുണ്ട്, അലി അക്ബർ ഷായുണ്ട്, അതുല്യ രാഘവനുണ്ട്, ആര്യ സുരേന്ദ്രനുണ്ട്, പിന്നെ നേരത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈശ കോമാട്ടിലാണ്. ഷാമിലെ അതെ കോമാട്ട് മൈക്ക് ഇവിടെ കൂടെ കൊടുക്കണേ. ജോഷി ഇങ്ങോട്ട്. എസ് വിജയകുമാറിന് കൗണ്ടർ അടിക്കാൻ പറ്റുന്നില്ല. സാധാരണ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ചിറ്റപ്പൻ കാണുമല്ലോ, അതെ, അതാണ് എല്ലാരെയും വട്ടപ്പേരൊക്കെ വെച്ചൊന്ന് പരിചയപ്പെടുത്തിക്ക്. അങ്ങേട്ട് നിൽക്കുന്ന ആരാ? അങ്ങേട്ട് നിൽക്കുന്നത് വേണുകാരണവർ, നമ്മുടെ സ്വന്തം വേണുചേട്ടൻ. അമ്മാവനെന്നൊക്കെ വിളിക്കും, പക്ഷെ അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. കാര്യങ്ങൾ നോക്കുന്ന ഒരാളെന്ന നിലയിൽ പറഞ്ഞല്ലോ അമ്മാവൻ പദവി. അത് ശരിക്കും നമ്മുടെ ഒരു അമ്മാവൻ എങ്ങനെയാണ് അമ്പലത്തിൽ വരുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോ ഷാമിലും ജോഷിയൊക്കെ കുറെ കാലമായിട്ട് ഈ അത്തച്ചമയം റിപ്പോർട്ട് ചെയ്യാൻ വന്ന് ഇവിടെ നല്ല പരിചയമായിരിക്കും അല്ലേ ഷാമിലെ? അതെ 2021 അന്ന് ഈ കോവിഡിന്റെ സമയമായിരുന്നു. അന്ന് ചെറിയ രീതിയിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോൾ എല്ലാം ആർഭാടമായി നടക്കും. ഇത്രയും വലിയ ടീമായിട്ട് ഒരു കുടുംബമായിട്ടൊക്കെ ആദ്യമായിട്ടായിരിക്കില്ലേ? പ്രത്യേകിച്ച് ബിഗ് ടിവിയുടെ ആദ്യത്തെ ഓണാണ്, ബിഗ് ടീമിനൊപ്പമുള്ള ആദ്യത്തെ ഓണാണ്, സ്പെഷ്യലാണ് ഇത്തവണ. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരാണ്, അപ്പോൾ അവരെ പരിചയപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകും. യെസ്, അപ്പോൾ നമ്മൾ ശ്രീ പൂർണ്ണത്രയീശ സന്നിധിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എന്നെ തൊഴിക്കാനൊക്കെ കൊണ്ടുപോയത് രവിചേട്ടനാണ്. രവിചേട്ടൻ കുറേ കാലമായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങാം, പൂർണ്ണത്രയീശനോട് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചു. എന്ത് പറയാനാ, ഞങ്ങളുടെ ഓണമൊക്കെ കാരണവരുടെ കൂടെ തന്നെ. ഞങ്ങൾ പറയായിരുന്നു ഞങ്ങളുടെ കാരണവരെയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ നീ വേണിച്ചേട്ടാ, ഈ കൂട്ടത്തിലെ കാരണവര് ഞാനാ. എല്ലാവരുടെയും കാരണവർ അദ്ദേഹം തന്നെയാണ്. ഞങ്ങളുടെ ഓണം വിഷു വീട്ടിൽ പോക്കൊന്നുമില്ല. ഞങ്ങളിവിടെ ഓണം വിഷു ഒക്കെ ഇവിടെ തന്നെ ആഘോഷിക്കും ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത്തവണത്തെ എങ്ങനെയാണ് പരിപാടികളൊക്കെ? എല്ലാം നമ്മളിപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങി. നമ്മൾ അത്തച്ചമയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഘോഷയാത്ര വരുന്നത് മാത്രമല്ല, അതിന് മുൻപുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് വ്യത്യസ്തമാക്കാന്ന് വെച്ചു. ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. കൂടുതൽ പറയാനായിട്ട് ഇത് ഞങ്ങളുടെ ക്ഷേത്ര പ്രദേശ സമിതി പ്രസിഡന്റ്, ഞാൻ പ്രസിഡന്റിനെ കണ്ടു. പ്രസിഡന്റ് എന്നോട് പറഞ്ഞു എല്ലാം റെഡിയാണ്. ഞാനിവിടെ 6:30 വന്നപ്പോൾ എല്ലാം റെഡിയാണ്. തീർച്ചയായിട്ടും ഇത് ബാംഗ്ലൂരിൽ നിന്ന് അതൊക്കെയാണ് അത്തച്ചമയത്തിന് വേണ്ടി മാത്രം. ഈ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് രാജേഷ്. ദാ വന്നേതാ, ഇതിനെല്ലാം ഉണ്ട്. ജോഷി നോക്ക്, ഇതുപോലത്തെ ഷർട്ട് വായിക്കാനാ ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പക്ഷേ നോക്കിയിട്ട് ഇന്നലെ പോയി കണ്ടില്ല രാത്രിയിൽ. ഇപ്പം പൈതൃകങ്ങളെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്ന ഒരു തൃപ്പൂണിത്തുറയിലെ സാംസ്കാരിക നഗരമാണ് തൃപ്പൂണിത്തുറ. ഈ അത്താഘോഷത്തോടുകൂടെ ഓണത്തിനും അതുപോലെ തന്നെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആഘോഷം തന്നെയാണ്. ഇവിടുത്തെ ജാതി മതം ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഉത്സവവും അതുപോലെ തന്നെ അത്തച്ചമയവും രണ്ടും ഒരേപോലെ തന്നെ പ്രാധാന്യമുള്ള തൃപ്പൂണിത്തുറക്കാരുടെ ഒരു ഉത്സവമാണ്. അതെ, ഞങ്ങളെ ജാതി മത ഭേദമില്ല എന്ന് പറയുന്നുണ്ടാണ്. കണ്ടില്ലേ, ജോഷി കുര്യൻ കൂടെ നിൽക്കുന്നു, അപ്പുറത്ത് അലി അക്ബർ ഷായുണ്ട്, ഷാമിലേക്ക് വന്നേ ഷാമിൽ അമീനുണ്ട്. എല്ലാവരും പൂർണ്ണത്രയീശന്റെ മുന്നിൽ ഒരുപോലെയാണ്. അതാണ്. മാത്രമല്ല ഞങ്ങളുടെ അത്തച്ചമയത്തിന് അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ടല്ലോ. കാരണം കൊച്ചി രാജാവിന്റെ കാലത്ത് വിവിധ മതസ്ഥരായ ആളുകൾ അന്ന് അദ്ദേഹത്തോടൊപ്പം എഴുന്നള്ളത്തിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വിജയേട്ടാ, ജോഷി ചരിത്രം പറയുന്നു. വിജയേട്ടനിക്ക് വന്നേ. ചെമ്പിലരയനുണ്ടല്ലേ, ചെമ്പിലരയൻ, നെട്ടൂർത്തങ്ങൾ, കത്തനാര്, അവര് 3 പേരും രാജാവിന്റെ കൂടെ ഉണ്ടല്ലേ? ഇന്നും ഉണ്ടാവും, അവരുടെ പ്രതിനിധികൾ ഉണ്ടാവും. അപ്പൊ ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ട് പ്രതിനിധി ജോഷി കുര്യൻ. അതെ പൂർണ്ണക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ അമ്പലത്തിലെ റിച്വൽസും അതുപോലെ അത്താഘോഷവും. അപ്പൊ വൈശാഖ ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ? എന്നാ പെട്ടെന്നായിക്കോട്ടെ. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ
പാടി വിളിപ്പൂ ഇതാ ഇതാ. ചേട്ടാ നമ്മൾ ഇവർക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ? കുറുപ്പ് ഇത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കുറുപ്പ് എന്താ ചവയ്ക്കുന്നത്? പ്രസാദം. പ്രസാദല്ല, കിട്ടിയില്ല. അന്തം വിട്ട് കുറുപ്പ്. നിങ്ങൾ എന്താണ് ഈ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞാൽ കൊള്ളാം. നിശ്ചല ദൃശ്യമുണ്ട്, നിശ്ചല ദൃശ്യം അവിടെ ആ ഘോഷയാത്രയിലൊരു നിശ്ചയം. എന്താണ് സർപ്രൈസ് എന്ന് അറിയാവോ? ഇല്ല, സർപ്രൈസ് എന്താന്ന് ഊഹിക്കാവോ? ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കുറെ നേരമായിട്ട് പറയുന്ന ഉണ്ണിയപ്പം അതാണോ സർപ്രൈസ്? അതൊരു യാഥാർത്ഥ്യമാണ്. ഉണ്ണിയപ്പം ഞാൻ വാങ്ങിച്ചു. ഉണ്ണിയപ്പം അല്ല സർപ്രൈസ്. ഇവിടുത്തെ സർപ്രൈസ് എന്താണെന്ന് ഷാമിലാണ് നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനർ. ഷാമിലെ എടുക്കാം, സാധനം ഇറക്കാം. ബിഗ് സസ്പെൻസ് ആണ്, എല്ലാം കാത്തിരുന്ന് കാണാം, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. കോമാട്ടിലെ ചിറ്റപ്പൻ ആരോ വിളിക്കുന്നുണ്ട്. എടാ എന്തുവാണ് സസ്പെൻസ്, വല്ല ഉള്ളതാണോ? ചിറ്റപ്പാ, അല്ല ചിറ്റപ്പനല്ല, കൊച്ചച്ചൻ, കോമാട്ടിലെ കൊച്ചച്ച. എന്താ ഇതിൽ ഇനി എന്തൊക്കെയാണെന്നാണോ വെറൈറ്റി വേണ്ടത്? വെറൈറ്റി ഒരു വെറൈറ്റി ഇറക്കണം. ഇത് ഇവരെ നമ്മളെ കളിയാക്കി തുടങ്ങി. ഇതാ നോക്ക്, ഇതാണ് നമ്മുടെ വെറൈറ്റി ചിന്തുപാട്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്താ സസ്പെൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അത്തച്ചമയത്തിന്റെ ആഘോഷത്തിന് ഇതാ ബിഗ് TV തുടക്കം ഇടാൻ പോവാണ്. ശരിക്കുള്ള ആഘോഷം പതാക ഉയർത്തിയിട്ടാണെങ്കിൽ നമ്മൾ ഇതാ പൂർണ്ണത്രയീശന്റെ മുന്നിൽ തുടങ്ങുവാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തും. ശക്തിവേൽ എന്നാണ് ടീമിന്റെ പേര്. തൃപ്പൂണിത്തുറ. ഇതെന്റെ മകളാണ് ദേവിക, ഇതെന്റെ ഭാര്യയാണ് ശീബ, ഇതെന്റെ ഒരു അനിയത്തിയാണ് ദീപ പ്രകാശൻ. അപ്പൊ മോളെ നമ്മൾ സെറ്റല്ലേ? സെറ്റാണ്. അപ്പൊ നമ്മുടെ ടീമിനെ, ഞാൻ എന്റെ ടീമിനെ കൂടി ഇറക്കട്ടെ. നമ്മളിപ്പോ പാടാൻ പോകുന്ന ചിന്തുപാട്ടാണ്. ചിന്തുപാട്ട് എന്താണെന്ന് അറിയാം? അപർണക്കുറുപ്പിക്ക് വന്നേ. ചിന്തുപാട്ട് എന്താണെന്നറിയോ? അറിയില്ല. ചിന്തുപാട്ട് എന്താന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇല്ല, സെർച്ച് ചെയ്യാൻ സമയം കിട്ടി. ChatGPT പറഞ്ഞില്ല. പറഞ്ഞില്ല, സമയം കിട്ടില്ല. എന്തുകൊണ്ട് എന്താന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ചിന്ത ചിന്ത വേണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു നാടൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചേട്ടാ? നന്നായിട്ട് പാടിയില്ലെങ്കിൽ വിവരം അറിയാം. അപ്പൊ നമുക്ക് ചിന്തുപാട്ടിലേക്ക് കിടക്കാം. ഹരഹരോ ഹരഹര. അതായത് നമ്മുടെ ഒരു പരമ്പരാഗത നാടോടി ഭക്തിജാന ശാഖയിൽപ്പെട്ട ഒന്നാണെന്ന് ആ ഈണം കേട്ടപ്പോൾ, ആദ്യത്തെ സ്തുതി കേട്ടപ്പോൾ മനസ്സിലായില്ല. വേണിച്ചേട്ടൻ ഒന്ന് മുൻനിരയിലോട്ട് ഇങ്ങനെ വന്നേ. സുജയ പറഞ്ഞത് ഇവിടെ ആര്യമണി സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണല്ലോ, പാട്ട് കേട്ടില്ല. പാട്ടല്ല, ആദ്യം താളമാണ്. പാട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. പാട്ട് വരട്ടെ. സൂപ്പറായി, അടിപൊളിയായിരുന്നു. ഞാൻ ആര്യമണി തുടക്കത്തിൽ ആ കൊട്ട് മാത്രം ഒന്ന് വിചാരിച്ചത്, പക്ഷെ ആ പാട്ടൊക്കെ കൂടെ വന്നപ്പോഴത്തേന് കൊട്ടും പാട്ടും എല്ലാം കൂടി ചേർന്നിട്ട് വിജയേട്ടാ. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ വന്ന ശേഷം, സോഷ്യൽ മീഡിയ സജീവമായ ശേഷം ജനകീയമായ ഒരു രൂപമാണ് ഈ ചിന്തുപാട്ട്. ചിന്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതിലേക്ക് വന്നൊരു കലയാണ്. അപ്പൊ നമ്മുടെ വിജയേട്ടൻ ഒന്ന് ചിന്തുപാട്ടിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവാണ്, പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ശരി, ശരിക്കും ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചിന്ത് പിടിക്കുന്നത് ഇങ്ങനെയാണ്. ജോഷി, എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടേ? അതെ അതെ അതെ. അല്ല, വിജയൻ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ പിടിക്കാം. പിടിച്ചത് ഉള്ളം കയ്യിലിരിക്കുമ്പോൾ ഈ കച്ചയുടെ ഉള്ളിൽ കൂടി രണ്ടുപേരുണ്ട്. നമ്മുടെ അപർണക്കുറുപ്പും SB ജയകുമാറും, രണ്ട് പ്രശസ്തരായ മാധ്യമപ്രവർത്തകരെ ചേട്ടൻ പഠിപ്പിക്കാൻ പോവാം. അപ്പൊ ബിഗ് TVയുടെ ചിന്തുപാട്ട് സംഘത്തെ ഞാനൊന്ന് വട്ടത്തിൽ നിർത്തട്ടെ. ഇത് നോക്കിയോ, ഫസ്റ്റ് കൊട്ടുന്നത് ഈ ഒരു നല്ലോ, ഈ ചൂണ്ടുവല്ലോണ്ട് ഈ
ഇൻഡെക്സ് ചൂണ്ടുവരല്. ചർച്ച പോലെ അത്ര എളുപ്പമല്ല. ഒന്ന് രണ്ട് മൂന്നാമത്തേന് പൊത്ത് മൂന്നാമത്തേന് ഒന്ന് ആ രണ്ട് മൂന്ന് പൊത്ത് ആ മൂന്ന് പൊത്ത് 1 2 3 മൂന്ന് പിന്നെ ഒരു കോഴി കൂടി ഓ അങ്ങനെ അപർണ എല്ലാ ഒരു താളെന്നാണ് നോക്കി ഓക്കെ പഠിച്ചു കൊള്ളാം മിടുക്കൻ. കൈയ്യടി കൊടുക്കാം. വേണിച്ചേട്ടാ പൂലി പൂലി. അത് തന്നെ കൊട്ടിക്കൊട്ടാ. ഒരു പാട്ടൂടെ പാടാം മോളെ, ഒരു പാട്ടൂടെ പാടിക്കോ. തിരുവടി ശരണം പാരിൻപാലകർ നിന്നെ സ്തുതിച്ചു സ്തുതികൾ. അടിപൊളി. അപ്പോ ബിഗ് ടിവിയുടെ എഡിറ്റോറിയൽ സംഘവും വാർത്താ സംഘവും വന്നത് ആ ചിന്തുപാട്ട് പഠിച്ചിരിക്കുകയാണ്. താങ്ക് യു മോളെ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. വേണിച്ചേട്ടനെ നമ്മളൊന്ന് പാട്ട് പഠിപ്പിക്കുവായിരുന്നു. ചാനൽ ചർച്ച മാത്രമല്ല, താളാത്മകമായിട്ട് കയ്യിലും താളാത്മകതയുണ്ട്. കണ്ടോ, അതാണ് വേണിച്ചേട്ടാ. ഹാപ്പി ആയില്ലേ? വേണിച്ചേട്ടനിലെ ഒരു കലാകാരൻ പുറത്തു വന്നു. വേണിച്ചേട്ടനെ നമുക്ക് അരങ്ങേറ്റത്തിനുള്ള സമയം തോന്നുന്നു. ആകെപ്പാടെ വേണിച്ചേട്ടന്റെ ശബ്ദത്തിനും ഭാഷയ്ക്കൊക്കെ ഒരു വള്ളുവനാടൻ ശൈലി വന്നിട്ടുണ്ട്. അത്തച്ചമയം സ്പെഷ്യലാന്ന് തോന്നുന്നു. അതെ അതെ. എന്നൊക്കെ ചോദിക്കുന്നു. ജോഷി ശ്രദ്ധിച്ചോ? പഴയൊരു സിനിമ പറയല്ലേ, നിന്റെ ഭാഷയ്ക്ക് ഇത്ര ശുദ്ധി വന്നോടാന്ന് ചോദിക്കും. ശേഖര നിന്റെ ഭാഷയ്ക്ക് ഇത്ര ശുദ്ധി വന്നോടാന്ന് ചോദിക്കല്. അപ്പൊ വേണു ബാലകൃഷ്ണ, അപ്പൊ നമുക്ക് പാട്ടുകാരെ പരിചയപ്പെടാം. നമ്മൾ ഇവിടത്തെ നാട്ടുകാർ തന്നെയാണ്. അവര് എവിടെയാ താമസിക്കുന്നത്? ഞങ്ങൾ പൂണിത്തറക്കോട്ടാണ്. അവിടെ റെസിഡൻസ് അടുത്തടുത്ത് താമസിക്കുന്നതാണോ? എല്ലാവരും കസിൻസ് ആണ്. കസിൻസ് ആണ്. അപ്പോ കസിൻസ് എത്ര? 5 കസിൻസ് അല്ല 6 കസിൻസ് ഉണ്ട്. ഇനിയും കുറേ പേരുണ്ട്. എത്ര കസിൻസ് ഉണ്ട് നിങ്ങൾ മൊത്തത്തില്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ പേരുണ്ട്. ഇപ്പൊ ഒരു സീരീസ് ഉണ്ടല്ലോ, കസിൻസ് ആൻഡ് കല്യാണം, കണ്ടായിരുന്നു? ഹോട്ട്സ്റ്റാറിൽ അങ്ങനെ ഒരു സീരീസ് ഉണ്ട്, കസിൻസ് ആൻഡ് കല്യാണം. ഇവർ മൊത്തം കസിൻസ് ആണ്. 5 കസിൻസ് അല്ല, അതിൽ കൂടുതലുണ്ട്. ശരി ശരി. കസിൻസിന്റെ പാട്ട് കേട്ടാലോ? പിന്നെ തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പൊ കസിൻസ് തകർത്തു. വിജയേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കൂട്ടത്തിലെ കലാകാരനാണ്. ഗംഭീരൻ. നമ്മുടെ പാട്ട് കേട്ടത് ആരാ അടുത്ത് വന്ന് നിൽക്കുന്നത്? അതാണ് നമ്മളുടെ കന്നി അത്തച്ചമയം ആഘോഷിക്കാൻ വന്നയാൾ കൂടെ MLA എന്ന നിലയിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ തൃപ്പൂണിത്തുറ MLA. അതെ, തൃപ്പൂണിത്തുറ MLA. അപ്പോൾ ഇപ്പോൾ ഈ വർഷം അതിന്റെ സംഘാടകനായി കൂടി അതിൽ പങ്കെടുക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താ അപ്പം ഒരു ഓണത്തിന്റെ സ്പിരിറ്റ് തൃപ്പൂണിത്തുറയിലാണല്ലോ ആദ്യം കേരളത്തിൽ ഓണം തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ സംഘാടകനാകുന്നു. അപ്പോൾ മാവേലിയുടെ റോളിലേക്ക് മാറിയിരിക്കുകയാണ്. അത്തം മൂടാണ്, ഓണം മൂടാണ്. അപ്പോൾ തീർച്ചയായും ഓണം തൃപ്പൂണിത്തുറയിലെ അത്താഘോഷത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. തീർച്ചയായും കേരളം മൊത്തം വലിയ ആഘോഷമായി മാറട്ടെ. പണ്ടൊക്കെ ഇത് കാണാനായി വരുമായിരുന്നോ? ചെറിയ സമയത്ത് കുട്ടിയായിരുന്ന വിദ്യാർത്ഥിയായിരുന്ന സമയത്തായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ദൂരെ നിന്ന് കാണുന്നു. ഘോഷയാത്രയോടൊപ്പം വലിയ ചമയങ്ങളും ഒക്കെയായി എല്ലാം ഒരു കുട്ടി എന്നുള്ള നിലയിൽ വലിയ സന്തോഷം നൽകുന്നു. ആരവവും ആഘോഷവും. അതായത് കൊച്ചി നഗരത്തിന്റെ നഗരസഭാ ഭരണത്തിൽ നിന്ന് നേരെ അത്തച്ചമയത്തിന്റെ അല്ലേ തൃപ്പൂണിത്തുറ അത്തം നഗറിലേക്കാണ് വരുന്നത്. അതെ അതെ അതെ. വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള സിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് മെട്രോ സിറ്റി കൂടിയാണ് തൃപ്പൂണിത്തുറ. ഒരു നഗരസഭയ്ക്ക് 1 കോടിയോളം രൂപയൊക്കെയാണ് സമാഹരിക്കേണ്ടി വരുന്നത് നടത്താനായിട്ട്. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു നഗരസഭയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? ഇത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഇത് നടത്തുന്നത്. ആദ്യം ജനങ്ങൾ കൂടി തന്നെയാണ് ഇത് തുടങ്ങിയത്. രാജാവിൻ്റെ കാലത്ത് ഇത് നടന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഒരു ജനകീയ കൂട്ടായ്മ നടത്തുകയും അതിനുശേഷം മുനിസിപ്പാലിറ്റി ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്.
വലിയ സന്തോഷം. എല്ലാവരും അത്തം മൂഡിലാണ്. തീർച്ചയായും ഓണം വലിയ ആഘോഷമായി. MLA പൊതുവെ എപ്പോഴും ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്ന ആളാണ്, അതായത് പാട്ടൊക്കെ ആസ്വദിച്ച് 2 സ്റ്റെപ്പൊക്കെ വെക്കുന്ന ആളാണ്. കാരണം തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന്റെ ഒരു സ്ഥലമാണ്. അവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ നല്ല വൈബ് വേണം, അല്ലെ അടുത്തവണ ജയിപ്പിക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. രാവിലെ വിളിച്ച് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പാട്ടുപാടിയിലെ അടുത്തവണ ജയിപ്പിക്കില്ല MLA യോട്. അതെ, നമ്മളെല്ലാരും ഇനി പല പല സ്ഥലങ്ങളിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് ഒരു ഗംഭീര പാട്ടിട്ടാലോ? വിഷുവിന് പാടിയ പോലെ ഇത് പഴയ നാട്ടുപാട്ടാണ്. പറയുവാണല്ലേ? ഇല്ല അതിന്റെ നിലവാരം അപർണക്കുറുപ്പിന്റെ പാട്ടിനുണ്ടോ ഞങ്ങൾ നോക്കാതെ. ഈ കമന്റ് അനുവദിക്കില്ല. പറഞ്ഞോ കൂടെ പാടുവോ? ഓക്കെ, ആര് പാടിയില്ലെങ്കിലും വേണിച്ചേട്ടൻ പാടും. ഞാൻ പാടും. ഓക്കെ, അത്തം 10 തിരുവോണം പാട്. മുദ്രാവാക്യം വിളിക്കാം. നമുക്ക് പാടാം. അത്തം 10 തിരുവോണം, മുറ്റം ചെത്തി ഒരുക്കേണം, പത്തായത്തിലെ പുന്നല്ല്, ചിത്തിര നാളിലെടുക്കണം, ചോതി പുഴുങ്ങി വിശാഖമുണക്കി, വിശാഖം ഉടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതെന്റെ നാട്. അനിഴം നാളിൽ കുത്തേണം. അത് കുത്താതെ ആരെ കുത്താനായി പറഞ്ഞു? അത് കേസാവും കേട്ടോ. പറ്റില്ല കേട്ടോ, നമുക്ക് അവസാനിപ്പിക്കാം. കേട്ടക്കല്ലോ നെട്ടോട്ടം, കണ്ടത് കടിയത് വാങ്ങേണം, മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ട് നിറയ്ക്കണം, പൂരാടത്തിൻ പൊടിപൂരം, ഇടിപൊടി താളത്തുടിമേളം, ഇഞ്ചിയും അച്ചാറഞ്ചു വിധം പൂരാടത്തിനൊരുക്കേണം, ഒന്നാം ഓണമതുത്രാടം, ഉച്ച തിരിഞ്ഞാൽ വെപ്രാളം, കുറുപ്പിനാണെങ്കിൽ എപ്പോഴും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റ വരി കൂടെ. വെപ്രാളത്തിൽ ഇരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം. ഇതൊരു നാടൻ പാട്ടാ, ഞാൻ ഉണ്ടാക്കിയ പാട്ടല്ല. എങ്ങനെയുണ്ട്? 5 ബിയിൽ അപർണക്കുറുപ്പ് പാടിയ പോലെ ഉണ്ട്. ഇതുവരെ കേട്ടത് കുറുപ്പിന്റെ നാടൻ പാട്ട്, കുറുപ്പ് ശൈലിയിലല്ലാത്ത ശരിക്കുമുള്ള നാടൻ പാട്ട് കേട്ടാലോ? ശരിക്കും ആ പണി അറിയുന്ന ആളുകൾ ചെയ്യട്ടെ. ശരി, ഓക്കെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓ ദിത്തിത്താരാദിത്തിത്തേതോ വരവേൽക്കാനാളു വേണം, കൊടിതോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ, ഓ ദിത്തിത്താരാദിത്തിത്തേതോ, ഓ ദിത്തിത്താരാദിത്തിത്തേതോ, ഓ ചിങ്ങമാസത്തിലല്ല, ഇത്തവണ കർക്കിടക മാസത്തിലാണ് അത്തം വന്നത്. അതെന്തുകൊണ്ടാണ്? അതെനിക്കറിയാം. ജ്യോതിശാസ്ത്ര പ്രകാരം എന്തായാലും ഓണം അത് 11ാമത്തെ ദിവസമാണ്. സാധാരണ അത്തം 10ാമത്തെ അല്ലേ, ഇത്തവണ അത്തം കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് തിരുവോണം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഓണത്തിനുണ്ട്. അതിപ്പം സന്ദർഭവശാൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത്തം 10 ഇത്തവണ അത്തം 11 ചിലപ്പോൾ തെറ്റും. അതൊക്കെ അതൊരു വിസ്മയമാണ്. മഴമേഘങ്ങൾ പിന്മാറിയെന്ന് നമ്മുടെ കലേഷ് സത്യൻ പറയുന്നുണ്ട്. അതുപോലെ 10 ദിവസം ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പറയുന്നു. പ്രേക്ഷകർ അസ്വസ്ഥരാണ്, കാരണം കമന്റ് വായിക്കുന്നില്ല. ലക്ഷ്മി ചേച്ചിക്ക് കൊടുത്ത മുല്ലപ്പ് കുറഞ്ഞു പോയെന്ന് പരാതി. അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ആളുകൾ തലയിലൊക്കെ നോക്കൂ. കോമാട്ടിൽ എന്തോ പറയുന്നുണ്ട്. എന്താ കൊച്ചൻ പറയുന്ന ചിന്തുപാട്ട് പാടിയപ്പോഴേ മഴമേഘങ്ങൾ അകന്നു പോയതാണ്. കോമഡി ആയിട്ട് ഈ പരിസരത്ത് കണ്ടേക്കല്ലേ, വിട്ടോണം പറഞ്ഞേക്കാം. അപ്പോ കുറുപ്പാളും ഇടുക്കിയ കളിയാക്കണം എന്നൊക്കെ ജയൻ നായർ പറയുന്നുണ്ട്. വിജയകുമാർ മുല്ലപ്പൂവിന് പകരം ചെമ്പരത്തിപ്പൂ വാങ്ങി കൊടുക്കാമായിരുന്നു സുജയ്ക്കെന്ന്. കുറുപ്പിനായിരുന്നേ അങ്ങനെ ഒരു നായർ കുറുപ്പ് സഖ്യം രൂപപ്പെടുന്നുണ്ടല്ലേ? അതെ, ഏതൊരു നായരല്ലേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കുറുപ്പിനെ പറ്റി? അല്ലേ? നമ്മള് തൃപ്പൂണിത്തുറയുടെ രാജവീതി മുറിച്ച് കിടക്കാണ്. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അവിടെ മുറിഞ്ഞു പോകാതെ നമുക്ക് സൂക്ഷിച്ച് കിടക്കാം. മുറിച്ച് കിടന്ന പണ്ട് രാജശാസന പ്രകാരം രാജഭരണത്തിൽ കെട്ടി 300 അടി അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അടി കൊള്ളണമെങ്കിൽ നമുക്ക് വേണിച്ചേട്ടനെ നിർത്താം. ഇല്ല, മൊത്തം ചളിയാണല്ലോ. അല്ല, ഞാനൊരു കൈ നിട്ടോ. എല്ലാ കാര്യവും അറിയാം. നമ്മുടെ വിജയേട്ടനോട് ചോദിച്ചാൽ മതി. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും. ഈ ഭൂതം ഭാവി വർത്തമാനം നമുക്ക് എന്തായാലും ചായ എങ്ങനെ കടുപ്പമുള്ളതാണോ എങ്ങനെ? നമ്മുടെ ഒരു ഭക്ഷണശീലങ്ങളും കൂടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ അടുത്തൊരു സുന്ദരിയുണ്ട്, സുന്ദരിയുടെ അടുത്തങ്ങ് ഇരിക്കാം. നമുക്കൊരു സുന്ദരിയുണ്ട്, സുന്ദരിയുടെ കൂടെ അങ്ങ് ഇരിക്കാം. വാ.
അതെ, താങ്ക് യു. സുന്ദരിയുടെ പാട്ടൊക്കെ കേട്ട് ഇപ്പൊ സുന്ദരിയെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ കൂടുതൽ ഈ ഓണക്കാലത്ത് അല്ലേ തുടക്കം എങ്ങനെ? സുന്ദരിയെ സുന്ദരി എന്നുള്ള പാട്ടാണോ പാടി? അല്ലല്ലോ. അല്ല, തുടക്കത്തിലെ പാട്ട്. ആ തുടക്കത്തിലെ പാട്ട്. തുടക്കത്തിലെ പാട്ട് നന്നായിരുന്നു, നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ ഞങ്ങളൊരു ചിന്തുപാട്ടൊക്കെ നേരത്തെ ഇങ്ങനെ പാടിച്ചു. അതിന്റെ കൂടെ ഇവർ ചിന്തുപാട്ടിന്റെ വാദ്യോപകരണം ഒക്കെ എടുത്ത് കൊട്ടി ഇവരൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചു വരും. അപ്പൊ ഒരു ചായ പറയാന്ന് വെച്ചാൽ അപ്പൊ 2 മീഡിയം സ്ട്രോങ് വിത്ത് ഷുഗർ. 4 ചായ കൊണ്ടുവരും, അത് കുടിച്ചോ. നമ്മുടെ പാട്ടുകാരെ മനസ്സിലായോ? പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പാട്ട് പിന്നണി ഗായകർ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പാട്ടല്ലേ നമ്മൾ കേൾക്കുള്ളൂ. അപ്പൊ പാട്ടുകാരി ഒന്ന് പരിചയപ്പെടുത്തു. പാട്ടുകാരിയുടെ തുടക്കം എന്താണ്, പേരെന്താണ്, നിങ്ങളൊന്ന് പരിചയപ്പെടൂ. വേണിച്ചേട്ടാ ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ തീർച്ചയായും എനിക്ക് എല്ലാവരും അറിയാം. എൻ്റെ പേര് ശ്രുതി ശിവദാസ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് പ്ലേ ബാക്ക് സിംഗിങ് ചെയ്യാണ്. എൻ്റെ ലാസ്റ്റ് റിലീസ് ചിന്ന ചിന്ന ആസ എന്നൊരു മൂവിയിൽ പാടിയിട്ടുണ്ട്. തുടക്കം തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടന്റെ സിനിമ ആ മൂവിയിൽ പാടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തുടക്കം എന്നൊരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 ഇയേഴ്സ് ആയിട്ട്. അല്ല, എൻ്റെ നാട് തൃശ്ശൂരാണ്. പക്ഷെ ഞാനിപ്പോ ഒരു 5 ഇയേഴ്സ് ആയിട്ട് ഇവിടെ കാക്കനാടാണ് താമസിക്കുന്നത്. വേണിച്ചേട്ടൻ പാട്ടൊക്കെ പാടും. വേണിച്ചേട്ടന്റെ പാട്ടൊക്കെ പണ്ടേ ഹിറ്റാണ്. നമ്മുടെ വാർത്താ ന്യൂസ് റൂമിലൊക്കെ ഇരുന്ന് പാടി. കൊട്ടി പാടുന്ന വീഡിയോ അതിപ്പോ പാടാറില്ല. ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പിലെ പിന്നെ തീർച്ചയായും പാട്ടിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. തുടക്കം നല്ല റെസ്പോൺസ് ആണ്. ചേട്ടാ പാട്ട് കേട്ടായിരുന്നു? കേട്ടില്ല. അപ്പൊ നമുക്ക് നേരിട്ട് കേട്ടാലോ? സിനിമയിലെ പാട്ടുകാർ ഇതാ മുന്നേ ഇരുന്നിട്ട് പാട്ട് പാടുക മാത്രമല്ല, നമ്മൾ ഒന്നിച്ച് ചായയും കുടിക്കും. ഇതാണ് സർപ്രൈസ്. മലരേ ഇതളുകൾ വാടുന്നു, മിഴിയിൽ മഴമുകിൽ മൂടുന്നു, താനേ അറിയാതൊരു പകലിൻ അരുതാതൊരു വെയിലിൽ സ്വയമുരുകി ചുടുനോവിന്നീരായി നീ മുറിവുകളൊഴിയാതെ മറുമൊഴി ഒഴുകാതെ ശിലയായി നെഞ്ചിലുറയും നേരം നീ തളരുകയോ. അങ്ങനെ പോയതൊരു സാഡ് അത് ആ സിനിമയില് ആ പാട്ട് നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് സിനിമ കണ്ട എല്ലാ ആൾക്കാരും പറഞ്ഞത്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് എങ്ങനെയാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? കൂടുതൽ പാട്ടുകൾക്കായിട്ടുള്ള അവസരമൊക്കെ വരുന്നുണ്ടോ? റിലീസായിട്ട് കുറച്ച് അല്ലായിട്ടുള്ളൂ. പക്ഷേ വിതിൻ ഇപ്പോൾ കേട്ടവര് മ്യൂസിക് ഫീൽഡിലുള്ളവരൊക്കെ നല്ല റെസ്പോൺസ് ആണ്. പിന്നെ ഭയങ്കര ഒരു നമ്പായിട്ടാണ് പാടിക്കണേ. അപ്പോൾ ആ സിറ്റുവേഷൻ അത് ഭയങ്കര ഒരു ചേരുന്നൊരു സോങ് ആണ്. ഒരു ഓണക്കാലത്തിന്റെ ഒരു പാട്ടൂടെ പാടാൻ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. പാട്ട് ഗംഭീരമുണ്ട്. കൊട്ടെങ്ങനെയുണ്ട്? അടിപൊളി. ഓൺ പോയിന്റ്. നമ്മളെ ഒരാളുടെ കൂടെ പാടുമ്പോൾ കൊട്ടുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം. കാരണം അവരുടെ ശ്രുതി തെറ്റാൻ പാടില്ലല്ലോ. അതാണ് നമ്മുടെ ജാഗ്രത. അല്ലെങ്കിൽ പൊളിഞ്ഞു. നമ്മുടെ പാട്ട് കേട്ടെ ഇടയ്ക്ക് വേണിച്ചേട്ടൻ ഒന്ന് പേടിച്ച പോലെ കണ്ടു. എന്താന്ന് മനസ്സിലായിരുന്നു? അവിടെ ആരാ ഇരിക്കുന്നത്? 2 പോലീസുകാർ വന്നിരിപ്പുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പാട്ടൊക്കെ? അടിപൊളിയുണ്ടോ? നിങ്ങൾ പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടാറില്ല. ആസ്വദിക്കും പാട്ട്. കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലാ സാറേ? മട്ടാഞ്ചേരി. ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരിക്കും ഇവിടെ അല്ലേ? അതെ. അതെ, നമുക്ക് അപ്പൊ നമ്മുടെ മാവേലിയെ തേടിപ്പോയ ജോഷി കുര്യൻ മാവേലിയുടെ വേഷം കിട്ടുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. ജോഷി മാവേലിയെ കിട്ടിയോ അതോ ജോഷി മാവേലിയായോ? എന്താ സംഭവിച്ചത്? ദൈവമേ, അങ്ങനൊന്നും സംഭവിക്കരുത്. ഈശ്വര ഭഗവാനെ പൂർണ്ണത്രയീശ. ഞാനതിൽ മാവേലി ഒരുക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. കണ്ണംകുളങ്ങരയിൽ 2 സുന്ദരികൾക്കൊപ്പം ആര്യയും ഒപ്പം തന്നെ അതുല്യയും എൻ്റെ ഇടത്തും വലത്തുമായിട്ട് ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ നോക്കി ഈ പരിസരമൊക്കെ കണ്ടപ്പോൾ
അതെ, പെട്ടെന്ന് കൊച്ചിയിൽ നിന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയതുപോലുണ്ട്, വേറൊരു പാരൽ വേൾഡിലേക്ക് എത്തിയ പോലുണ്ട്. ഇത് മൊത്തത്തിൽ ജാതിത്തോട്ടമോ മൊത്തം മരമാണ് ഇവിടെ. എനിക്ക് വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇവിടെ ഈ കണ്ണംകുളങ്ങരയിലെ നമുക്കറിയാം തൃപ്പൂണിത്തുറ പട്ടണത്തോട് ചേർന്ന സ്ഥലമാണ്, മാവേലിയുടെ സ്വന്തം വീടാണ്. അത് ഇന്നത്തെ ഈ എന്താണ് അത്തം ഘോഷയാത്രയുടെ ഭാഗമായി ഇറങ്ങുന്ന മാവേലിയുടെ സ്വന്തം വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഈ വീട്ടിലേക്ക് തന്നെ ഒന്ന് ഫ്രെയിം വെക്കാമെന്ന് തോന്നുന്നു. എന്തായി എവിടെ വരെ ആ ദൃശ്യം ഒന്ന് കാണിച്ചു, ആദ്യം ആ മാവേലി ഒന്ന് കാണിച്ചു എല്ലാവരെയും. എവിടെ വരെയായി ഒരുക്കൊക്കെ എവിടെ എല്ലാം ഇട്ടല്ലോ? കിരീടം വെക്കണം. ഒരു കാര്യം ചെയ്യൂ, പിന്നെ ആര്യയും അതിലേയും കൂടെ ആ കിരീടം ഒന്ന് വെപ്പിച്ചു കൊടുത്ത്. അങ്ങനെ ആര്യയും അതുല്യയും മാവേലിക്ക്, അതായത് തൃപ്പൂണിത്തുറയിലെ ഇത്തവണത്തെ മാവേലിക്ക് കിരീടം വെച്ചുകൊണ്ട് കിരീടം അണിയിച്ച്. അപ്പൊ നമ്മള് പതുക്കെ മാവേലി കൊടയൊക്കെ ഉണ്ട്, കൊടയും കിരീടവും ഒക്കെ വെച്ച് മാവേലി ഇറങ്ങുകയാണ്. മാവേലിയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് പത്മകുമാർ എന്നാണ്. പത്മകുമാർ പാഴൂർമഠം. എത്രയോ വർഷങ്ങളായി ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് മാവേലി വേഷം കെട്ടുന്ന പിന്നെ കലാകാരനാണ് നമ്മുടെ പത്മകുമാർ ചേട്ടൻ. ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിലേക്ക് മാവേലിയായിട്ട് എങ്ങനെയാ വന്നത്? അത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ശശി വെള്ളക്കേട്ട് എന്ന് പറയും. അദ്ദേഹം ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 6-ാം വർഷം മുതലാണ് ഹിൽ പാലസിൻ്റെ ഇത് തുടങ്ങിയത്. ഹിൽ പാലസ് ആഘോഷം, മറ്റേ കൊടിപ്പതാക കൊണ്ടുവരുന്നത് ഹിൽ പാലസിൽ തുടങ്ങിയത് അദ്ദേഹമാണ്. അത് ഏത് വർഷമാണ്? വർഷം 15 വർഷം. ഇപ്പോൾ 15 വർഷം മുമ്പ്, 2010-11. അതെ. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇവിടെ ചാൻസ്, ഇവിടെ അത്തത്തിന് ഇത് ശരിയാക്കി തന്നത്. ലക്ഷ്മി, എന്തായി അവിടെ? ഞങ്ങൾ മാവേലിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. അവിടെ ചമയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ജോഷി, ഇവിടെ ഒരു കാഴ്ചകളുടെ നമുക്കൊരു പൂര കാഴ്ചകൾക്ക് സമാനമായ കാര്യമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എല്ലാ കലാരൂപങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പുലികളി, നമ്മൾ തൃശ്ശൂരിലൊക്കെ മാത്രം കാണുന്ന പുലികളി ഇതാ ഇവിടെ പുലികൾ എല്ലാം വേഷമിടുകയാണ്. ഇത് നോക്ക്, രസമായിട്ടല്ലേ ഇത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് തൃശ്ശൂർ എത്തിയോന്ന് തോന്നി. അതെ, തൃശ്ശൂർ മാത്രമല്ല പല വെറൈറ്റി പുലികളാണ് ഇവിടെ ഉള്ളത്. വെറൈറ്റി പുലികളാണുള്ളത്. അപ്പൊ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവര്. ചേട്ടാ, എത്ര പേരെ വേഷമിട്ടെന്ന്? 20 പേരുണ്ട്. 20 പേരുണ്ടല്ലേ ഇടോട്ടുകാർ? എവിടുന്നാ വരണേ എല്ലാരും? തൃശ്ശൂരിൽ നിന്നാണ്. ഏത് സംഘ? പുലിക്കളി സംഘമാണ്. വിയ്യൂര്. പേരെന്താ? സ്ഥിരം വരാറുണ്ടോ? സ്ഥിരം വരുന്നവരാ? പലരും സ്ഥിരം വരുന്ന പുലികളാണ്. വെറൈറ്റി പുലികൾ. ഈ പുലി വേഷങ്ങൾ, പുലി മുഖങ്ങൾ കണ്ടോ? ഇങ്ങനെ ഇവരെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിറച്ച് ഫ്ലോട്ടുകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ എല്ലാം തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്കായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇവിടെ കുറെ പുലികൾ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, തയ്യാറായി റെഡിയാണ്. ഇനി അങ്ങോട്ട് വന്നാൽ മതിയല്ലേ? കളിച്ചാൽ മതി. അലിയും അപർണ കുറുപ്പും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, എവിടെയാണുള്ളത്? എന്താണ് ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്ന് പറയാമോ? അതാ ലക്ഷ്മിയുള്ള അലി അക്ബർ ഷായും ഞാനുമാണ്. നേരത്തെ ലക്ഷ്മി പറഞ്ഞു നിർത്തിയ പോലെ ഞങ്ങൾ ഈ അടുത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ആൾക്കൂട്ടം തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുന്ന സമയത്തുണ്ടല്ലോ, വളരെ പതിഞ്ഞ മട്ടിലായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ തന്നെ ചോദിക്കുകയും ചെയ്തു, ഫ്ലോട്ടൊക്കെ ആവോ? ഈ പുതിയ ജെൻസിക്ക് താല്പര്യം കുറഞ്ഞോ ഫ്ലോട്ടിലെന്നോ? താല്പര്യം എന്ന് പറഞ്ഞിട്ട് അലി അങ്ങോട്ട് തിരക്ക് കൂടി വരാണ്. ഉറപ്പായിട്ട് ഇനി കാണാൻ പോകുന്ന തിരക്ക് ചെറുതല്ല. കാരണം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തും, കലാകാരന്മാരും എത്തും. കേരളത്തിന്റെ ചരിത്രത്തിലുള്ള പല നമ്മൾ കണ്ടിട്ടില്ലാത്ത കലാരൂപങ്ങൾ വരെ ഇന്നിവിടെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ തെയ്യമാണ്. പക്ഷേ മലബാറുകാരെ സംബന്ധിച്ച് ഈ കാഴ്ച കാണിച്ചിട്ട് തെയ്യമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നമുക്ക് പല ടൈപ്പ് തെയ്യമാണ്. നമ്മൾ അതുകൊണ്ട് ഒറിജിനൽ തെയ്യമുണ്ട്. ഇതൊരു ഫാൻസി തെയ്യമാണ്. ഫാൻസി തെയ്യം 4 വർഷമായിട്ട് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വരുന്ന ഫാൻസി തെയ്യമാണ്. ഫാൻസി തെയ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിലായാലും കർണാടക, ആന്ധ്ര, തെലങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബോംബെ, ഡൽഹി, ഛത്തീസ്ഗഡ്, ഇവിടെയെല്ലാം ഞങ്ങൾ പ്രോഗ്രാമിന് പോകണമാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഫാൻസി തെയ്യത്തിനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടുന്നത് ഈ ഫാൻസി തെയ്യത്തിനാണ്. അനുഷ്ഠാനപരമായ തെയ്യമല്ല ഇത്, ഇത് ആഘോഷത്തിന്റെ ഭാഗമായ തെയ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കളർഫുള്ളാണ്. സാധാരണഗതിയിൽ ചുവപ്പാണ് തെയ്യത്തിന്റെ പ്രധാന നിറമെന്ന് നമ്മൾ പറയുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി അനുഷ്ഠാനപരമായ തെയ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന തെയ്യക്കോലങ്ങൾ ഇവിടെയുണ്ട്. അവിടെ നോക്കിയാൽ കാണാം ഗുളികൻ തെയ്യം ഒരുപാടുണ്ട്. ഒരുപാട് ഗുളികന്മാർ കെട്ടി നിൽക്കുന്ന ദൃശ്യം ഇവിടെ കാണാം. ഇവിടെ പ്രധാനമായും ചുവപ്പ് നിറം തന്നെയാണ് ഈ തെയ്യത്തിന്റെ പ്രധാനപ്പെട്ട വർണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മലബാറുകാർക്കൊക്കെ കുറച്ചുകൂടി തെയ്യം എന്ന് പറഞ്ഞാൽ കണക്ട് ആകുന്നത് ഇവിടെ ആയിരിക്കും. നമ്മളേതായാലും
തെയ്യക്കാഴ്ചയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് തൃശ്ശൂർക്കൊന്ന് പോകണം. അതായത് എല്ലാ തവണത്തെയും പോലെ ഓണത്തെ വരവേറ്റ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിൽ മെഗാ പൂക്കളം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് തൃശ്ശൂരുള്ള സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മണിക്കൂർ നീണ്ടിട്ടാണ് ഈ മെഗാ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പേര് തേക്കുംകാടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സൂരജ് സജി അവിടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് സൂരജിലേക്ക് പോകാം. സൂരജ് പറയും ആ മെഗാ പൂക്കളത്തിന്റെ വിശേഷങ്ങൾ. അപർണ, തൃശ്ശൂരുകാരുടെ ഓണാഘോഷം തുടങ്ങുന്നത് ഈ തെക്കേ ഗോപുരനടയിൽ നിന്നാണ്. എല്ലാ വർഷവും പതിവ് തെറ്റാതെ ഈ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കളം ഉണ്ടാകും. ഇക്കുറിയും ഈ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ മെഗാ പൂക്കളം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അത് കാണുന്നതിനൊക്കെ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ്. പുലർച്ചെ തുടങ്ങിയ പൂക്കളം ഒരുക്കലാണ്. അത്തച്ചമയത്തിന്റെ വിശേഷമൊന്നും തീരുന്നില്ല. നമ്മുടെ ടീം മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, ഓരോ മേളാണല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായും കാണിക്കാൻ കാഴ്ചകൾ ഏറെയുണ്ട്. അപ്പോൾ നമ്മുടെ മാവേലി, അതായത് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഔദ്യോഗിക മാവേലി ഇതാ ഇപ്പോൾ നമ്മുടെ അത്തം നഗറിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. സാധാരണഗതിയിൽ മാവേലിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് അത്തം നഗറിലേക്ക് വന്നാൽ? സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയാലോ? എന്നാ വാ. അപ്പൊ അങ്ങനെ മാവേലി, ഈ ഔദ്യോഗിക മാവേലി ഇതാ മാവേലിമാർ തമ്മിലുള്ള അപ്പൊ നമ്മുടെ മാവേലി വാമനനും ഉണ്ട്. മഴ തുടങ്ങിയെങ്കിലും ആളുകളൊക്കെ എത്തി തുടങ്ങി. വിജയ, ഈ അത്തം കറുത്താൽ ഓണം വെളുക്കും, അങ്ങനെ ഒരു പഴച്ചിലുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഓണത്തിന് മഴ കുറവായിരിക്കും. അങ്ങനെയാണോ അതിന്റെ രീതി? അങ്ങനെ അത്തം കറുത്താൽ ഓണം വെളുക്കും, അങ്ങനെയാണ് പ്രമാണം. ഈ അത്തം കറുത്താലും അത്തത്തിന് പൂക്കളം ഇടണം. അതാണോ കയ്യിൽ കുറച്ച് പൂവൊക്കെ? അല്ല, അത് ഇവിടുത്തെ ഒരു ജീവൽ പ്രശ്നമാണ്. സുജയഭാരതിക്ക് അറിയാലോ ഇത് എന്തുകൊണ്ടായി എനിക്കിതിപ്പോ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വഴിയെ വരുമ്പോൾ ഈ സ്റ്റാച്യു ജംഗ്ഷന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ട് ഭാഗത്ത് നിറച്ച് പൂത്തട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്നും നമ്മൾ ഇത്തവണ ഇവിടെ കാണുന്നില്ല വിജയകുമാർ. അവരെല്ലാം അതിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ നഗരസഭ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടുത്തെ ക്രമീകരണത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും എത്രയോ കാലമായി നാം ഇത് കാണുന്നതാണല്ലേ ഈ പൂത്തട്ടുകൾ. അപ്പൊ അവിടെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ എന്താ പറയേണ്ടത്, ഇതൊരു നല്ല സമയമായതുകൊണ്ട് അവര് അവരുടേതായ വിധത്തിൽ അവരുടേതായ രീതിയിൽ ഇപ്പൊ കൂത്തമ്പലത്തിനകത്തേക്ക് ആക്കിയിരിക്കുകയാണ്. പൂക്കളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിറം കൊടുക്കുന്ന രണ്ട് ഇത് നമ്മുടെ ജമന്തിയും അതുപോലെ തന്നെ ഈ രണ്ട് മഞ്ഞയും ഓറഞ്ചും ആണ്. 200 രൂപ കിലോ. എത്രയാ? ഓറഞ്ച് 200 രൂപ. ഇത് 200. ഇതിന് അത് 200. ചിലപ്പോ കുറയാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ആകുമ്പോൾ കുറച്ച് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരുമ്പോഴേക്കും ഇവിടെ കൂത്തമ്പലത്തിനടുത്ത് മുനിയപ്പ ചേട്ടന്റെ പുറത്തെ തട്ട്, പുറത്ത് 10-20 കൊല്ലമായിട്ട് കച്ചവടം നടത്തിയിരുന്ന ആളാണ്, അകത്ത് തട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സന്തോഷമായി. ശ്രീഹരിയുടെ മുണ്ട് ഇത് കൊള്ളാലോ. ഈ പടമൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ശ്രീഹരിയുടെ സിസ്റ്ററാണ് അത് വരച്ചു കൊടുത്തിരിക്കുന്നത്. ആരാ വരച്ചേ? ഓപ്പ എന്ന് പറഞ്ഞ ചേച്ചി. ഓപ്പ. അതെ. ഓപ്പയുടെ പേരെന്നാ? ഗൗരി. ഗൗരി എന്ത് ചെയ്യുവാ? ഏത് ക്ലാസ്സിലാ? ഗൗരി വന്നിട്ടുണ്ടോ ഇവിടെ? ഉണ്ട്. ഹായ്. Hello. How are you? Fine, thank you. Very well. Where are you from? We're from France. ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ വേണിച്ചേട്ടാ ഫ്രഞ്ചിലൊക്കെ കൂടെ ചോദിക്കും. അതെ. How come you know about this procession and all these things? Well, actually, we looked up on ChatGPT അത്തച്ചമയത്തെ കുറിച്ച് ChatGPT കണ്ടിട്ട് വന്നതാണ്. what festivals are there on in Kerala, and we found this. So we're lucky. Very popular, very good, and big festival. Lots of people. Your family or friends? Yeah. Family. Yes. What's your good name? My surname Glow. I'm Thomas. Tara. അപ്പോ അമ്മയും മക്കളുമാണ്. You are coming to Kerala for the first time? Yes. How you feel? Oh, we love it. We love it here. We love Kerala. The people are beautiful. Yeah. We love it. Yeah. What this has been? You you knew about all these things via ChatGPT about Kerala also. Yeah, we did a search for an itinerary, and So AI is helping the visitors to explore more places like visiting Attachamaya and all. So you'll be standing here to see the procession and all, right? Yes. Yeah, we're very excited. അപ്പൊ ഇതാണ് എയും കേരള ടൂറിസവും തമ്മിലുള്ള ബന്ധം. അതാണ്. ഇതൊക്കെ നമ്മുടെ അനിലയൂർ സാർ കാണുന്നുണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഫ്രാൻസിൽ നിന്ന് അത്തച്ചമയം കാണാനായിട്ട് AI സാങ്കേതിക വിദ്യയിലൂടെ അല്ലേ ChatGPT ചോദിച്ചിട്ട് വന്ന. താങ്ക് യു. നൈസ് ടു സീ യു. ഓക്കെ, സീ യു. ഹാപ്പി ഓണം. So could you please say happy Onam to all our Big TV viewers? Happy Onam. Happy Onam. Thank you. Happy Onam. ഇത് തൃപ്പൂണിത്തുറയിലെ പ്രസിദ്ധമായ കൂത്തമ്പലം. ഇവിടെയാണ് കലാപരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മൾ തമ്മിൽ പേരിലൊരു സാമ്യമുണ്ട്. എൻ്റെ പകുതി പേരും ടീച്ചറിന്റെ പകുതി പേരും ഒന്നാണ്. എൻ്റെ പേരും ആങ്കറിന്റെ പേരും മോളുടെ പേരും പകുതിയുണ്ട്. അവള് ലളിത പാർവതിയാണ്. പാർവതി അമ്മ. ഇത് ലളിത പാർവതി. ഇത് സുജയ പാർവതി.
ഇത് പാർവതി അമ്മാൾ, ഇത് ലളിത പാർവതി, ഇത് സുജയ പാർവതി. അതിഗംഭീരായി. എന്തോന്ന് കാണിച്ചേട്ടാ? ശരിയാണ്. ഇതിപ്പോൾ ഈ പണ്ട് യേശുദാസ് സ്വന്തം നിലയിൽ തരംഗിണി എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റും സ്റ്റുഡിയോയും ഒക്കെ തുടങ്ങിയല്ലേ? അദ്ദേഹം അന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സോങ് ആണ് ഇത്. ഗ്രാമീണ ഗാനങ്ങൾ, ഉത്സവ ഗാനങ്ങൾ എന്നൊന്നുമാണ് അതിന്റെ പേരും. ഞങ്ങൾക്കൊക്കെയാണ് അത് ഓർമ്മ, കേട്ടല്ലോ. നിങ്ങൾ സമകാലികരായോണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അതെ, പക്ഷെ എല്ലാ പാട്ടുകളും അതിനകത്ത് ഹിറ്റായിരുന്നു. ആ ഓണത്തിന്റെ ഒരു സോങ് ആയി മാറിയത് കേരളത്തിന്റെ ഓണക്കാലത്തിന്റെ ഒരു ഓണം വന്നോ നമ്മൾ അറിയുന്ന ഈ പാട്ട് കേൾക്കുമ്പോഴാണ്. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ്, ഏറ്റവും നമ്മൾ ചോദിച്ചറിയേണ്ട മന്ത്രിയാണ് നമുക്കൊപ്പം ഉള്ളത്. സുജയ അനൂപ് ജേക്കബ് നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇത്തവണ ഓണം അത് സമൃദ്ധിയാക്കുന്നതിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭാഗത്ത്? ധാരാളം കാര്യങ്ങൾ. സിവിൽ സപ്ലൈസിന്റെ ഓണച്ചന്തകൾ എല്ലായിടത്തും ആരംഭം കുറിച്ചു. ജില്ലാ തലങ്ങളിലുള്ള നിയോജകമണ്ഡലം ഫെയറുകൾ ആരംഭത്തിലേക്ക് കടക്കുകയാണ്. ഈ ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരിയാണ് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് കോഴിക്കോട് ജില്ലയിലാണ് ഒരു ഇത് വന്നത്. അത് ലിഫ്റ്റിങ്ങിന്റെ ഉണ്ടായിരിക്കുന്ന റുട്ടീനായിട്ട് വരുന്ന കാര്യങ്ങൾ അത് നന്നായിട്ട് മോണിറ്റർ ചെയ്താൽ പോകുന്നത്. അങ്ങനെ കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. ചില പഞ്ചായത്തുകളിൽ, ചില താലൂക്കുകളിലൊക്കെ ഇൻഡിവിജ്വലായിട്ട് വരാറുണ്ട്. അത് അപ്പം തന്നെ പരിഹരിച്ചു പോകുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഈവണായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വേറെ പ്രോബ്ലംസോ ആസ് ഓഫ് നൗ ഇല്ല. എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് തന്നെയാണ് അത് മോണിറ്റർ ചെയ്ത് നോക്കുന്നത്. കൺട്രോളർ ഓഫ് റേഷനിങ്ങിനും കമ്മീഷണർക്കും പുറമെ എൻ്റെ ഓഫീസും ഞാനും നേരിട്ട് നോക്കിയാൽ പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആസ് ഓഫ് നൗ ഇല്ല. ഇപ്പോൾ കൃത്യമായ നിലയിൽ ഈ അരി ഉൾപ്പെടെ ഇന്ന് വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് വിപണിയെ കൂടുതൽ നിയന്ത്രിച്ചു നിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു അർത്ഥത്തിൽ അത്തച്ചമയത്തിന് അങ്ങ് ഉദ്ഘാടനം ആയി അല്ലേ? അതായത് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. ഇടയ്ക്ക് മഴ ഒന്ന് വന്നെങ്കിലും ഇപ്പൊ എല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. ഗംഭീരമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യമുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ് അല്ലേ ജോഷി? ഞങ്ങൾ മാവേലിയായിട്ട് ഇറങ്ങിയപ്പോഴേ നല്ല മഴ പെയ്തു. അപ്പം തന്നെ മാവേലി പറയുന്നുണ്ടായിരുന്നു ഒന്ന് പെയ്തങ്ങ് തീരും, അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും. തൃപ്പൂണിത്തുറ അത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു ജനകീയ ആഘോഷമാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണല്ലേ? സത്യത്തിൽ തിരുവനന്തപുരത്തെ ലൈറ്റും ഓണഘോഷയാത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൊച്ചിയാണ് ഓണാഘോഷങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ റുപാലി ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഓണം കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നു, ഓണാഘോഷങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ടാവുമല്ലേ ഈ സമയങ്ങളും ഓണവും ആഘോഷവും ഒക്കെ? അതെ, ഒരുപാട് ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. കാരണം ഇത് തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ആഘോഷമല്ലോ, കേരളത്തിന്റെ ആഘോഷമല്ലേ. കാരണം ഇവിടെ അത്തം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത്താഘോഷം തുടങ്ങുമ്പോൾ അത് തൃപ്പൂണിത്തുറ നഗരത്തിന്റെ മാത്രമല്ല, കേരളം ഒട്ടാകത്തിന്റെ ഓണത്തിന്റെ ലഹരിയിലേക്ക് കടക്കുന്നത് എവിടെ നിന്നാണ്? അത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഞങ്ങളിതാ ഇവിടെ കാവടിയൊക്കെ കണ്ട് നമ്മുടെ കാവടി എടുത്ത് തുള്ളണമെന്നൊക്കെ ഇവിടെ നമ്മുടെ എസ് വിജയകുമാർ പറയുന്നുണ്ട്. പണ്ട് കാവടിയൊക്കെ എടുത്തിട്ടുള്ളതല്ലേ ഇത്? അത് കാവടി അത് കാവടി ആയിരുന്നില്ല, ചെണ്ട്, ഒരു പൂച്ചെണ്ട് മാത്രമായിരുന്നു. ഇതാണ് കാവടി. അതാണ്. അപ്പൊ പീലിക്കാവടി മാത്രം എടുത്തിട്ടുള്ള എസ് വിജയകുമാർ, അത് മയിൽപീലി കൊണ്ടുള്ള ചെറിയ കാവടി. അതായത് ഇതിന് എത്ര ഭാരം ഉണ്ടാകും? 65 കിലോ ഉണ്ട്. 65 കിലോ തലയിൽ വെച്ചിട്ടാണ് അപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇത് കൊട്ടക്കാവടി എടുത്ത് അതാ ഇങ്ങനെ തലയിൽ വെക്കുന്നത്. ഇതിനടിയിലോട്ട് നമ്മുടെ ഒരു ക്യാമറമാൻ ഇങ്ങനെ വന്നാൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. വായോ ഇതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ,
ഇത് കണ്ടോ, ഇതിന്റെ അടിയിലത്തെ സംവിധാനങ്ങളൊക്കെ കണ്ടോ. നിങ്ങൾ ഈ കാവടിയുടെ അകഭാഗം കണ്ടിട്ടുണ്ടാവില്ല, ഇത്രയധികം സംവിധാനങ്ങളുണ്ട്. ഒരു വലിയ തട്ട്, ആ തട്ടാണ് തലയിൽ വെക്കുന്നത്. തലയെക്കെട്ടിന്റെ പുറത്ത് ഈ തട്ട് വെച്ച് നല്ല കൊട്ടകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ മറ്റേ നമ്മൾ മെടഞ്ഞെടുക്കുന്ന കൊട്ടയാണ്. ആ കൊട്ടയുടെ ഭാഗങ്ങൾ ഈ ഒരു ചുറ്റായിട്ട് വെക്കുന്നു. അതിന് മുകളിലേക്ക് തട്ടുകൾ അടിച്ചടിച്ച് 1, 2, 3, 4, 5, 6, 7 തട്ട്, 7 തട്ട്. അതിന്റെ നമ്മളെപ്പോഴും പുറം ഭാഗമാണ് കാണിക്കുന്നത്. അതെ, ഇതുവരെ കാവടിയുടെ സാങ്കേതിക വിദ്യ പ്രേക്ഷകരെ പഠിപ്പിച്ചത് പ്രശസ്ത മാധ്യമ പ്രവർത്തകർ സുജിയ പാർവതി. നിങ്ങളിപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞപ്പോഴേ 2022-ലാണോ 23-ലാണോ അത്തച്ചമയ ദിവസമാണ് കൊച്ചിയിൽ വലിയ മഴ പെയ്ത് കൊച്ചി മുഴുവൻ വെള്ളക്കെട്ടായി. അത്തച്ചമയ ദിവസം ഈ ഗ്രൗണ്ട് മുഴുവൻ വെള്ളമായിരുന്നു. അന്ന് എങ്ങനെ അത്തച്ചമയം നടത്തിയത്, നമ്മൾ ലൈവ് നടത്തിയതൊക്കെ വലിയ വലിയ പ്രശ്നമായിരുന്നു. കാരണം ഈ മഴ ഒന്ന് പെയ്താൽ കാരണം ഇവിടെ മുഴുവൻ കുളവും. അതെ അതെ അതെ. നടന്നോ ജോഷിയെ കാണുന്നില്ല, പിൻഭാഗമാണ് കാണുന്നത്. അപ്പോ ജോഷി ഇതുവരെ എവിടെയൊക്കെ പോയി? മാവേലിയായിട്ട് ജോഷി വേഷം കിട്ടുമെന്ന് പേടിച്ചാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. വേണിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു മാവേലി കണ്ടിരിക്കുന്ന ജോഷി ആ വേഷവും കിട്ടും. അല്ല, ഞാൻ കെട്ടിയാനേ, പക്ഷെ ഞാൻ ചെല്ലുമ്പോഴത്തേനും മാവേലി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ മാവേലി കൂട്ടിക്കൊണ്ടെങ്കിൽ പോകുന്നു. ഓ ഭാഗ്യം. മാവേലിയോട് ജോഷി ചോദിച്ചല്ലോ മഴയുടെ കാര്യം. മാവേലി പറഞ്ഞ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നല്ലേ? അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല, പെയ്തിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അതിപ്പോ മാവേലി പറയാതെ നമുക്കറിയാം പെയ്തിട്ട് മാറുന്നത്. ഇനിയിപ്പോ അതിന് മാവേലി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാലാവസ്ഥ നിരീക്ഷകനായി മാറി. അല്ല, എസ്റ്റുമാർ അദ്ദേഹത്തിന് നിരീക്ഷകനാണ്. അത് നമ്മള് ടൈറ്റിൽ ഇങ്ങനെ മാറ്റി മാറ്റി ചേർക്കും അല്ലേ? രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ, മഴ നിരീക്ഷകനാണ് ഇന്ന്. വിജയൻ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു അധികാരം പദവിയും കൊടുത്തിട്ടുള്ള ശ്രീജിത്ത് പണിക്കർക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇല്ല. വിജയകുമാർ ഫോണില് പിടിച്ചിരിക്കുന്നത് സ്കിന്ന് എന്തെങ്കിലും കറുത്തു പോകുന്നു. എനിക്ക് ഓ, അങ്ങനെയാണോ? ഒരു കുടയും കുഞ്ഞു പെങ്ങളൊന്നും കേട്ടിട്ടില്ലേ? വിജയൻ ഫോണിൽ എപ്പോഴും ഈ കാലാവസ്ഥ നോക്കും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എത്തി, പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അത്തച്ചമയത്തിന്റെ ആഘോഷങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇടതടവില്ലാതെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മുടെ ബാക്കി സുഹൃത്തുക്കൾ എല്ലാവരും പല ഇടങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. ഇനി എങ്ങോട്ടാ നമ്മളിവിടെ എന്താ ഈ ഫ്ലോട്ടുകളൊക്കെ അണിനിരക്കുന്ന സ്ഥലം ഇവിടെയാണ്. ജോഷി 10-20 കൊല്ലമായിട്ട് ഈ അത്തച്ചമയം കൈകാര്യം ചെയ്യുന്നതല്ലേ? 2006 മുതൽ നമ്മുടെ കൂടെ ഈ ചേച്ചിമാരുണ്ട്, രാവിലെ തൊട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ബിഗ് ടിവിയുടെ കൂടെയുള്ള അത്തച്ചമയം? ഒരു പുതിയൊരു ഇതാണ്, ആശയവും എല്ലാം കൊണ്ടും നല്ലൊരു ടിവിയാണ് ബിഗ് ടിവി. നമ്മൾ ഈ ഇനിയിപ്പോ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണ്? ഇനിയിപ്പോ ഈ കലാപരിപാടികളെല്ലാം ഈ ഗ്രൗണ്ടിലേക്ക് വരും. ഇതൊഴികെ ഈ നിശ്ചല ദൃശ്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വന്നിട്ട് ആ മെയിൻ സ്റ്റേജിന്റെ മുന്നിൽ പെർഫോം ചെയ്യും. അത് കഴിഞ്ഞ് ആ എൻട്രൻസിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ ഇതിലെ ചുറ്റി പോകും. ഏറ്റവും ഒടുവിൽ ഈ നിശ്ചല ദൃശ്യങ്ങൾ പോകും. ഇതങ്ങനെ ലയം ഗ്രൗണ്ട് അവിടെ കിഴക്കേക്കോട്ട പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തിരികെ ചുറ്റി ഇവിടെ തന്നെ വരും. ഏതാണ്ട് 1.5-2.5 മണിക്കൂർ നീണ്ടു നിൽക്കും ഘോഷയാത്ര. ചെറിയ ദൂരം ഉള്ളെങ്കിലും പയ്യെ പയ്യെ ആയിരിക്കും യാത്ര. തൃപ്പൂണിത്തുറയിലെ പുലിയാണോ ഇത്? പ്രാദേശിക ലോക്കൽ പുലിയാണല്ലേ? ലോക്കൽ പുലിയാണല്ലേ? ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണോ? പുലി ആകെ നാണം കൊടുങ്ങി നിൽക്കുന്ന പുലിയാണല്ലോ. ഇതൊന്ന് കാണിച്ച്. എന്താണ് സ്നാക്കേഴ്സ് ക്ലബ്ബ്? പുലിക്കാകെ നാണമാണല്ലോ. വേറെ മാസ്ക് ഉണ്ടോ? ഞങ്ങളുടെ ജോഷിക്ക് ഒരു മാസ്ക്. ഇത് ജോഷിയുടെ ഉടുപ്പിന് ചേരും. ജോഷി എന്ന് വെച്ച ജോഷി അടിപൊളിയായിരിക്കും. അടിപൊളി. ഇതാ കേട്ടോ ഞങ്ങളുടെ ജോഷി പുലി. ജോഷി സ്ഥിരമായിട്ട് വെക്കാൻ പറ്റുമോ? ഇത് DNA വെച്ചാലും അടിപൊളി. ഞാനിത് എടുത്തോട്ടെ. 50 രൂപ ജീപ്പ് ചെയ്താൽ മതി. ജോഷി നമ്മളെ പറ്റിക്കുന്ന പിള്ളേരെ പറ്റിക്കാൻ. ജോഷി അത് ഊരി കൊടുത്തിട്ട് കൊച്ചിനെ കരയിപ്പിക്കാതെ വാ. കേരളത്തിന്റെ എല്ലാ രൂപത്തിലുള്ള സാംസ്കാരിക കലാരൂപങ്ങളും, അത് ഈ ക്ലാസിക്കൽ കലകൾ മാത്രമല്ല. ക്ലാസിക്കൽ കലകൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വരേണ്യ സ്വഭാവം വരും. അങ്ങനെയല്ല, എല്ലാ നാടൻ കലകളും ഇവിടെ എത്തുന്നു. അതായത് സാധാരണക്കാരന്റെ പ്രതീകങ്ങളായ കലാരൂപങ്ങളെല്ലാം അണിനിരക്കുന്നു. നമ്മൾ അവിടെ പോകുമ്പോ ഈ ക്ലാസിക് കലകൾ ഇല്ല, സത്യത്തിൽ ഇപ്പോഴേ ഈ മയൂര നൃത്തം, അർജുന നൃത്തം എന്നൊക്കെ പറഞ്ഞ കലയുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ആകെ 1-2 വേദികളിലേ അത് പെർഫോം ചെയ്യാറുള്ളൂ. ആ കലാകാരന്മാർക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്. അവരുടെ തൊഴിലെടുക്കും. അവർക്ക് കിട്ടുന്ന റയറായ വേദിയാണിത്. അപ്പൊ അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് കൂടുതലിവിടെ വരുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്തരം കാഴ്ചകൾ കാണാൻ എനിക്ക് തോന്നുന്നു അത്തച്ചമയ നഗർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ രാജനഗരി എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ കലാനഗരിയും കൂടിയാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ അത് പ്രജകളുടെ നഗരിയാ. നല്ല തിരുത്തലാണ് വിജയകുമാർ നടത്തിയത്. അല്ലെങ്കിലും വിജയകുമാർ പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രി എത്തി. ഇപ്പൊ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങൊക്കെ തുടങ്ങും. നമുക്ക് നേരെ ഉദ്ഘാടനത്തിലേക്ക്.
ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടിന് തൊട്ടിപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് ഡെയ്സി അംഗൻവാടിയിൽ അങ്കണവാടി എല്ലാരും കാണാൻ വേണ്ടി ഇന്നലെ വന്നതാ. ആണല്ലേ? മോനും കൂടി ഉണ്ട്. ഉണ്ടല്ലേ? അങ്കണവാടിയിലെ ജോഷി വികൃതിയായിരുന്നോ? ഒരു കുഴപ്പമില്ല, പാവം കൊച്ചു. ഇപ്പോഴാ വികൃതിയല്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്റെ ആദ്യ ടീച്ചറാ. ഇത് നമ്മുടെ ഒരു പ്രേക്ഷകനാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ സ്ഥിരമായി കാണുന്ന അജി സോൾമേറ്റ്സ് കായംകുളം. അതെ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ കായംകുളത്തുനിന്ന് വരുവാണ്. കായംകുളത്ത് തോന്നാണോ? കൊറേ കറങ്ങി എല്ലാരെയും കാണുമായിരുന്നു. എത്ര നാളുകൊണ്ട് കാണുന്നു, നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഈ വേദി ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെപ്പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെട്ടൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയും തുടങ്ങി അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രസകരമായ മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിൻ്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ ജഗദീഷ് ചേട്ടന്റെ പ്രസംഗമൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വേണിച്ചേട്ടൻ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ജോഷി വേണിച്ചേട്ടൻ ഉണ്ടല്ലോ, ഈ അത്തച്ചമയം കണ്ട് ഇങ്ങനെ നടന്നുണ്ടല്ലോ, ഞാൻ നമുക്ക് ഇടയ്ക്ക് മുണ്ടൊക്കെ മടക്കി കുത്തുന്നു. അങ്ങനെ ശരിക്കും നമ്മൾ സ്റ്റുഡിയോയിൽ കാണുന്ന ആളെ മാറി. ഈ അത്തച്ചമയത്തിന്റെ നമ്മൾ ഈ രാജവീതി എന്നുള്ളതല്ല, ഇപ്പം നമ്മൾ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വീതി. അപ്പോൾ ആ ഒരു വഴി മുഴുവൻ ഒരു ഘോഷയാത്രയ്ക്കായിട്ട് എല്ലാവരും വിട്ടുകൊടുക്കുകയാണ്, വേറെ തിരക്കുകളൊക്കെ മാറ്റിവെക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഓണക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓണം വന്നു എന്നറിയിക്കുന്നത് കേരളത്തിൽ ഈ ഒരു ചെറിയ പ്രദേശമാണ്. ഒരു സംശയവുമില്ല, നമ്മളെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക എന്താ പറയേണ്ടത്, സാംസ്കാരിക കേരളത്തിന്റെ ഒരു നാടായിട്ട് തൃപ്പൂണിത്തുറ നിൽക്കുന്നത് ഈ അത്തച്ചമയത്തിന്റെ പേരിൽ തന്നെയാണ്. ഇത് ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിലല്ലേ പോകുന്നത് അല്ലേ? ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ പോകും അല്ലേ? ഇത് പണ്ട് തൊട്ടുള്ളതല്ലേ തൃപ്പൂണിത്തുറയിലെ ഈ കൊട്ടാരത്തിലെ ഉള്ളത് തന്നെയാണ് അല്ലേ? ഇതിന് കാണാൻ പറ്റുമോ? ഇതിന് പുറകില് മറ്റേ മഞ്ചൽ അല്ലേ? പല്ലക്ക് ചേട്ടൻ അറിയാതെ? അതെ അതെ, പല്ലക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയാണ് രാജാവിന്റെ വരവ് അല്ലേ? ശരി ശരി ശരി. പെരുമ്പുറവട്ടി അറിയിക്കുന്നതിന് കൂടെ ഞാനൊരു സന്ദേശം കൂടി നൽകാം. ദാ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ പൾസ് ഓഫ് തൃപ്പൂണിത്തുറ, ലഹരി വിരുദ്ധ സന്ദേശവും നമ്മളൊരു ഇതിന് മുന്നിൽ, പ്രത്യേകിച്ചും ബിഗ് ടിവി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് നമ്മൾ അണിചേരുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായിട്ട് ലഹരിക്കെതിരെ പൾസ് ഓഫ് തൃപ്പൂണിത്തുറയുടെ ഒരു വാഹനവും ഇതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. അപ്പൊ അത് പെരുമ്പറ മുഴക്കി പറയേണ്ട കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം. ദുര്യോധനാണ് എന്നാ പറയാൻ ഭീമനുണ്ടോ? ഉണ്ട്. അപ്പൊ സകലം മാറി കിടന്നോ? ഇവിടെ ഒരു ആർപ്പായിരോ നമുക്കൂടെ കേൾക്കാം. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് സ്വാഗതം. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. നമുക്കൊന്ന്
ജഗദീഷിന്റെ അടുത്തേക്ക് പോവാം. നടൻ ജഗദീഷിന്റെ അടുത്തേക്ക് നമ്മുടെ ആര്യ അതുല്യ അവിടെയുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോവാം. ഹാപ്പി ഓണം. വളരെ സന്തോഷം. വളരെ നല്ല ചടങ്ങായിരുന്നു, വളരെ ഒതുക്കമുള്ള ചടങ്ങായിരുന്നു. എല്ലാവരും വളരെ മിനിമം സമയം എടുത്ത് പ്രസംഗിച്ചു. എൻ്റെ ഒരു മിനിമം സ്പീച്ച് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആത്മസുഹൃത്തിന്റെ കൂടെ വേദി പങ്കിടുകയാണ് ചെയ്യുകയാണ്. ഏതാ ആത്മസുഹൃത്തിന്റെ കൂടെ അതെ തീർച്ചയായിട്ടും നല്ല നല്ല അത് ഞാൻ വേദിയിൽ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പറയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഓണം ആഘോഷിക്കുകയാണ്. ഇതാ ആവേശത്തോടെ ആ ബാൻഡ് സംഘം, സിംഹഗർജന ബാൻഡ് സംഘം കൊട്ടി ആവേശത്തിമിർപ്പോടെ തന്നെ ഇതാ അത്തച്ചമയത്തിന്റെ മുഴുവൻ ആ വൈബിലേക്കും എത്തിയിരിക്കുകയാണ്. തൊട്ട് മുൻപ് ആ ഘോഷയാത്രയുടെ തൊട്ട് മുൻപ് തന്നെയാണ് എല്ലാവരും ആ ഘോഷയാത്രയുടെ ലൈനപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ പൂനെയിൽ നിന്നുള്ള ബാൻഡ് സംഘത്തെ തന്നെയാണ്. ആ ബാൻഡ് സംഘത്തിന്റെ തുടക്കത്തോടെ തന്നെ ആ തിരുവോണത്തിന്റെ ആവേശം അത് മുഴുവൻ മലയാളികളിലേക്കും എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആവേശം ഇങ്ങനെ ബാൻഡ് മേളമായി കൊട്ടിക്കയറുന്നു. ഇതാ പല കലാരൂപങ്ങൾ, പ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, വിവിധ വാദ്യരൂപങ്ങൾ, അങ്ങനെ കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കാരത്തനിമ വിളിച്ചോതുന്ന എല്ലാ കലാരൂപങ്ങളും ഇതാ ഒന്നിനു പുറകെ ഒന്നായി അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ ഉത്സവം ഉണ്ടെങ്കിൽ ആ ഉത്സവത്തിനൊപ്പം ജനങ്ങൾക്കൊപ്പം ബിഗ് ടി വി ഉണ്ടാകും എന്നതിന്റെ ഒരു തെളിവായി ഞങ്ങൾ ഈ ഉത്സവം നമ്മൾ ഓണത്തിലേക്ക് ഒന്നിച്ചിറങ്ങിയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഓണ വിഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒരുക്കാൻ ഞങ്ങൾക്കൊന്ന് പോകണം. വേണുചേട്ടന്റെ പ്രത്യേക ഓണ പരിപാടികളൊക്കെ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ് ബിഗ് ടി വി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹത്തക്കളമിത്തിരിവട്ടം തുമ്പപ്പൂച്ചന്തം കണ്ണാങ്കളി മുക്കുറ്റി മന്ദാര ചോപ്പ് അഴകേറും പാരാകെ നിറമേറും പൊന്നോണ ചമയം. Big TV, without fear or favor.